ഇമാം നസായി അവിടുത്തെ ഖസായിസിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആരാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്? അത് വേറെ ആരുമല്ല, അഫീഫുൽ കന്ദി എന്ന മഹാൻ. ഈ അഫീഫുൽ കിന്ദി എന്ന ഇദ്ദേഹം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിമല്ല. ഈ സംഭവം നടക്കുന്ന കാലത്ത് മുസ്ലിമല്ല, പിന്നീട് മുസ്ലിമായി റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് സംഭവം? ജിഇതു ഫിൽ ജാഹിലിയ ഇലാ മക്ക. ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ഒരിക്കൽ പോയി. കിന്ദി ഗോത്രക്കാരനാണ് അദ്ദേഹം. വഅന ഉരീദു അൻ അബ്തഅ ലി അഹ്ലി മിൻ തിയാബിഹാ വഅത്വരിഹാ. മക്കയിലെ അലങ്കൃതമായ വസ്ത്രങ്ങളും പെർഫ്യൂമുകൾ, നല്ല സുഗന്ധദ്രവ്യങ്ങളും വാങ്ങുക എന്ന ലക്ഷ്യം വെച്ചാണ് ഞാൻ മക്കയിൽ പോയത്. ഫഅതൈതുൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ഞാൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അരികിൽ ചെന്നു. വകാന റജുലൻ താജിറൻ. അക്കാലത്തെ മക്കയിലെ പ്രധാന കച്ചവടക്കാരിൽ ഒരാളാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം ഒന്നും മുസ്ലിം അല്ല, ജാഹിലിയ കാലമാണ്. അങ്ങനെ ഞാൻ പോയി. فأنا عنده جالس حيث أنظر إلى الكعبة. കഅബാലയത്തിന്റെ പരിസരത്ത് കച്ചവടക്കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ അബ്ബാസ് ഇരുന്നു. കഅബയിലേക്ക് നോക്കി ഞാനും അങ്ങനെ ഇരുന്നു. ഈ അഫീഫ് എന്ന ഈ ആള് പറയാം, മഹാൻ. പിന്നീട് അദ്ദേഹം മുസ്ലിമായി, അന്ന് മുസ്ലിമല്ല. വഖദ ഹലഖത്തി ശംസു ഫി സമാഇ ഫർതഫഅത് വറഹബത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് അതിങ്ങനെ വട്ടം വെച്ച് വട്ടം ഉയർന്ന് സൂര്യൻ അതിന്റെ പോക്കിങ്ങനെ പ്രയാണം നടത്തുന്ന ഒരു ഘട്ടമാണ് അത്. അതായത് സൂര്യൻ ഉദിച്ചുയർന്ന് പകൽ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു സമയമാണ് ഇത്. അപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ കരുകരുത്തനായ ഒരു യുവാവ് നേരെ കഅബാലയത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് ഈ കരുകരുത്തനായ ആരോഗ്യ ദൃഢഗാത്രനായ ഈ ചെറുപ്പക്കാരൻ മുകളിലേക്കൊന്ന് നോക്കി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കേന്ദ്രമാണല്ലോ മുകൾ ഭാഗം. അവിടെ കൊണ്ടിങ്ങനെ നോക്കി. പിന്നെ കഅബയ്ക്ക് അഭിമുഖമായി അദ്ദേഹം നിൽപ്പുറപ്പിച്ചു. വലം അൽബസ് ഇല്ല യസീറൻ. കുറഞ്ഞ നേരമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹത്ത ജാഅത് ഇംറഅത്തുൻ ഹത്ത ജാഅ ഗുലാമുൻ. ഒരു കുട്ടി നേരെ വീണ്ടും കഅബാലയത്തിന്റെ അടുത്തേക്ക് വന്നു. ഫഖാമ അലാ യമീനിഹി. ഈ ചെറുപ്പക്കാരന്റെ വലഭാഗത്ത് ആ കുട്ടിയും കഅബാലയത്തിന് അഭിമുഖമായി നിന്നു. സുമ്മ ലം അൽബസ് ഇല്ലാ യസീറൻ. ഞാൻ അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ടേ ഉള്ളൂ. ഹത്ത ജാഅത് ഇംറഅത്തുൻ. പിന്നെ ഒരു പെണ്ണ് വന്നു. ഫഖാമത് ഖൽഫഹുമാ. ഇവരുടെയും രണ്ടാളുടെയും പിറകിലായി ആ പെണ്ണും നിന്നു. ഒരു സ്ത്രീ ഇങ്ങനെ വന്നു നിന്നു. കുറെ നേരം നിന്ന് പിന്നെ ഈ ചെറുപ്പക്കാരൻ റുകൂഇലേക്ക് പോയി, കുനിഞ്ഞു. അപ്പോൾ ഈ ബാലനും ഈ സ്ത്രീയും അവരും കുനിഞ്ഞു. അങ്ങനെ ആ കുനിയൽ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് യുവാവ് ഈ റുകൂഇൽ നിന്ന് തല ഉയർത്തി.
ആ ബാലനും ആ പെണ്ണും ആ സ്ത്രീയും അവരും റുക്കൂഇൽ നിന്ന് തല ഉയർത്തി. ഫസജദ ശാബു, അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സാഷ്ടാംഗം ചെയ്തു. ഫസജദൽ ഗുലാമു വൽ മർഅ, ഈ ബാലനും സാഷ്ടാംഗത്തിൽ വീണു, ആ സ്ത്രീയും സാഷ്ടാംഗത്തിൽ വീണു. ഫഖുൽതു, അപ്പോൾ ഞാന് അബ്ബാസിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ കിന്തി ഗോത്രക്കാരനാണ് ഹഫീഫ്. അത്തർ വാങ്ങണം. പിന്നെ മക്കയിലെ അക്കാലത്തെല്ലാം പരിഷ്കൃതമായ പട്ടണമാണ് അന്ന് മക്ക. അപ്പോൾ നാഗരികമായ വസ്ത്രങ്ങളും മറ്റുമൊക്കെ, പ്രൗഢമായ അലങ്കര വസ്തുക്കളും മറ്റുമൊക്കെ മക്കയിൽ വിൽപ്പനക്കുണ്ടാവും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അന്നത്തെ പ്രമുഖ കച്ചവടക്കാരനുമാണ് ആര്? അബ്ബാസ്. കച്ചവട കാര്യം പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ അടുത്തിരിക്കുമ്പോഴാണ് ഈ ഒരു രംഗം കണ്ടത്. അപ്പോൾ ഞാൻ അബ്ബാസിനോട് ചോദിച്ചു, അബ്ബാസ്, അംറുൻ അളീമുൻ, വലിയൊരു കാര്യം തന്നെയാണല്ലേ കാണുന്നത്. അബ്ബാസും പറഞ്ഞു, അംറുൻ അളീം, വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെ. ആരും പറഞ്ഞേ? അബ്ബാസും പറഞ്ഞു. അന്ന് അബ്ബാസ് മുസ്ലിം അല്ല, റളിയല്ലാഹു അൻഹു. അഫീഫ് മുസ്ലിം അല്ല. ചിന്തിക്ക്. അതദരി ഫഖാലൽ അബ്ബാസ്, പിന്നെ അബ്ബാസ് ചോദിച്ചു എന്നോട്, അഫീഫ് പറയാണ്, അതദരി മൻ ഹാദ ശാബ്, ആരാണ് ഈ യുവാവ് എന്ന് നിനക്കറിയോ? ഫഖുൽതു ലാ, അഫീഫ് പറഞ്ഞു, എനിക്കറിയില്ല, ആരെ ഞാൻ കണ്ടിട്ടില്ല. ഖാല ഹാദാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു അഖി, ഇത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലയാണ്, എന്റെ സഹോദരന്റെ മകൻ. ഇബ്നു അബ്ദുൽ മുത്തലിബ്, എന്റെ ബാപ്പാക്ക് എന്നെ പോലെ ഉണ്ടായ മറ്റൊരു മകനാണ് അബ്ദുള്ള. അബ്ദുള്ളയുടെ മോനാണ് ഇത്, അഥവാ എന്റെ ജ്യേഷ്ഠന്റെ മോനാണ്. ഈ മുന്നിൽ കാണുന്ന ചെറുപ്പക്കാരൻ. അവർക്ക് ഒട്ടാകെ അകലെയല്ലാത്ത സ്ഥലത്താണ് ഈ നിസ്കാരം നടക്കുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവിടെ ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ആഴ്ച ഒരു വിശദീകരണം ഞാൻ പറഞ്ഞിരുന്നു. എന്ത്? ലോക ചരിത്രത്തിൽ ഈ ഉമ്മത്തിൽ ആദ്യം നിസ്കരിച്ച ആള് എന്ന് പറഞ്ഞാൽ അതാരാണ്? ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. ആ കുട്ടിയുണ്ട്, കുട്ടി മറ്റാരുമല്ല, സയ്യിദുന അലിയാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത്. ഖാലൽ അബ്ബാസ്, അബ്ബാസ് പറഞ്ഞു, അംറുൻ അളീം, വലിയ കാര്യം തന്നെയാണ്. അതദരി മൻ ഹാദ ശാബ്, ഈ യുവാവ് ആരാണെന്ന് നിനക്കറിയോ? ഖുൽതു ലാ, എനിക്കറിയൂല. ഹാദാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അഖി ഇബ്നു അബ്ദുൽ മുത്തലിബ്, എന്റെ പിതാവിന്റെ പുത്രനായ അബ്ദുള്ള, മരണപ്പെട്ട മർഹൂം അബ്ദുള്ള. ആ അബ്ദുള്ളക്കുണ്ടായ ഒരേ ഒരു മോനാണ് ആര്? ഈ യുവാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതദരി മൻ ഹാദൽ ഗുലാം, ഈ ബാലൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഈ സംഭവം ഇമാം നസായി അവിടുത്തെ ഖസായിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകേരം. ഖുൽതു ലാ, ബാലൻ ആരാണെന്ന് എനിക്കറിയൂല. ഹാദാ, അപ്പോൾ അബ്ബാസ് പറഞ്ഞു, ഹാദാ അലി ഇബ്നു അഖി അബി ത്വാലിബ്, എന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, എന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. ആര്? അബൂ ത്വാലിബ്. അദ്ദേഹത്തിന്റെ മകനാണ് ആര്? അലി. ഈ ഈ കുട്ടി, ഈ ബാലൻ, അതും എന്റെ ഒരു ജ്യേഷ്ഠന്റെ, ഒരു ജ്യേഷ്ഠന്റെ മകൻ, മറ്റൊരു ജ്യേഷ്ഠന്റെ മകൻ. മുന്നിലുള്ള യുവാവ് എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ മകൻ, ആര്? അബ്ദുള്ളയുടെ. ഇത് എന്റെ തൊട്ട് മുന്നിലുള്ള ജ്യേഷ്ഠന്റെ മകൻ, ആരുടെ? അബൂ ത്വാലിബിന്റെ. അതദരി മൻ ഹാദിഹിൽ മർഅ, ഈ സ്ത്രീ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? അബ്ബാസ് ചോദിച്ചു. ആരോട്? അഫീഫിനോട്. ഹാദിഹി ഖദീജ ബിൻത് ഖുവൈലിദ് സൗജതുഹു, ഹാദിഹി ഖദീജ ബിൻത് ഖുവൈലിദ്, ഈ സ്ത്രീ മറ്റാരുമല്ല, ഖദീജ ബിൻത് ഖുവൈലിദാണ് റളിയല്ലാഹു അൻഹാ. സൗജതുഹു, എന്റെ ജ്യേഷ്ഠന്റെ പുത്രൻ മുഹമ്മദിന്റെ, ആ നിൽക്കുന്ന കരുകരുത്തനായ യുവാവിന്റെ ഭാര്യ. ഇന്ന ബിന അഖി ഹാദാ അഖ്ബറനി അന്ന റബ്ബഹു റബ്ബുസ് സമാഇ വൽ അർള് എന്ന്
ഇന്നബ്ന അഖി, എന്റെ ജേട്ടന്റെ മകൻ, ഹാദാ, ഈ യുവാവ്, അഖ്ബറനി, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന റബ്ബഹു റബ്ബുസ് സമാഇ വൽ അർളി, അദ്ദേഹത്തിന്റെ രക്ഷിതാവ്, ഇലാഹ്, പടച്ചവൻ എന്നാൽ ഈ കാണുന്ന ദൈവങ്ങളൊന്നും അല്ല, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം രക്ഷിതാവായ അള്ളാഹുവാണ് എന്ന് എന്റെ ജേട്ടന്റെ മകൻ, ആ നിസ്കരിക്കുന്ന യുവാവ് എന്നോടും പറഞ്ഞിട്ടുണ്ട്. അംറുഹു ബിഹാദ ദീനിൽ ലദി ഹുവ അലൈഹി, ആ ദീനിലാണ് ഇപ്പോൾ അദ്ദേഹം നിലയുറപ്പിച്ചിട്ടുള്ളത്. വലാ വല്ലാഹി മാ അലൽ അർളി കുല്ലിഹാ അഹദു ഹാദ ദീനി വൈറു ഹാദിഹി സലാസ, അക്കാലത്ത് ഈ ദീനിൽ ഈ മൂന്നല്ലാത്ത ഒരാൾ, നാലാമനില്ല. ഇമാം നസായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഈ ദീനിൽ നാലാമത്തെ ഒരാളില്ല. ആരൊക്കെ? ഒന്ന് സയ്യിദുനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. രണ്ട് സയ്യിദുനാ അലി. മൂന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. വല്ലാഹി വലാ വല്ലാഹ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് സത്യം, ഇല്ല ഇല്ല, മാ അലൽ അർളി കുല്ലിഹാ, ഈ ഭൂമിയുടെ മുകളിൽ ഇല്ല ഇല്ല, അഹദുൻ അലാ ഹാദ ദീനി ഗൈറ ഹൗലാഇ സലാസ, ഈ ഭൂമിക്ക് മുകളിൽ ഈ മൂന്നല്ലാത്ത നാലാമത്തെ ഒരാൾ അന്ന് ഈ ദീനിൽ അക്കാലത്ത് ഇല്ല. ഇവർ മുസ്ലിമായി നിസ്കരിക്കുന്ന കാലത്ത്, ഇവർ അന്ന് മുസ്ലിമുമാണ്, പറ, നിസ്കരിക്കുന്നു. ഇത് ഇമാം നസായിയാണ് ഖസായിസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിഹാഹു സിത്തയിലെ പ്രധാനപ്പെട്ട ഇമാമാണല്ലോ ആര്? ഇമാം നസായി. ആരെങ്കിലും എഴുതിയതല്ല ഞാൻ ഈ വായിക്കുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായ ചരിത്രമാണ്. എനിക്ക് തോന്നിയതായ ഒരു വർത്തമാനം പറയല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. ഇതൊക്കെ വളരെ കൃത്യമായ വർത്തമാനം പറയാണ്. ഇതൊന്നും പൊളിച്ചു കളയാൻ കഴിയൂല, അത്രയും കൃത്യമായ വർത്തമാനം പറയുകയാണ്. ചിന്തിക്കുക. വലം യത്ബഉഹു അലാ അംരിഹി ഇലംറതുഹു വബിനു അമ്മിഹി ഹാദൽ ഫതാ. ഈ കിതാബിൽ തന്നെ വേറൊരു റിവായത്ത് കാണാം. വലം യത്ബഉഹു വലം യത്തബിഉഹു, അന്ന് ഈ മുഹമ്മദിനോട് പിൻപറ്റിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ അംരിഹി, ഈ ദീനിന്റെ മേൽ പിൻപറ്റിയില്ല, ഇല്ലംറഅതുഹു, ആരല്ലാതെ, ഭാര്യയല്ലാതെയും, വബിനു അമ്മിഹി ഹാദൽ ഗുലാ ഹാദൽ ഫതാ, ഈ ബാല്യക്കാരൻ ആര്? അലി അല്ലാതെയും വേറൊരാൾ അന്ന് ഈ കൂട്ടത്തിലില്ല റളിയല്ലാഹു അൻഹുമാ. വഹുവ യസ്അമു, എന്റെ ഏട്ടന്റെ മകൻ പറയുന്നത് കേട്ടോ ഹഫീഫെ, എന്റെ ജേട്ടന്റെ മകൻ പറയുന്നത്, സയുഫ്തഹു അലൈഹി കുനൂസു കിസ്റ വഖൈസർ, എന്റെ ജേട്ടന്റെ മകനും കിസ്റയുടെയും കൈസറിന്റെയും എല്ലാം കൊട്ടാരങ്ങൾ അല്ലാഹു പിന്നീട് അടിമപ്പെടുത്തി കൊടുക്കുമെന്ന് ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് ഇവിടെയൊന്നും അല്ല, ഇതങ്ങോട്ട് വളരും. കിസ്റയുടെയും കൈസറിന്റെയും എല്ലാം കൊട്ടാര വളപ്പുകൾ വരെ ഇത് സ്വീകരിക്കുന്ന കാലഘട്ടം വരും എന്ന് പറയുന്നുണ്ട്. ആര്? എന്റെ ജേട്ടന്റെ മകൻ എന്ന സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നസായിയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. നസായി മാത്രമല്ല, അഇമ്മത്തുൽ അർബഈൽ പ്രധാനിയായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. ഈ മൂന്നാളല്ലാതെ അന്ന് ദീനിലില്ല. ഒന്ന് മുത്ത് മുഹമ്മദ് ഫകാന അഫീഫ് വഹുവ ഇബ്നു അമ്മിൽ അശ്അസ് ബിൻ ഖൈസ് യഖൂൽ വഅസ്ലമ ബഅദ ദാലിക ഫഹസന ഇസ്ലാമഹു. അഫീഫ് ബിൻ മുസ്ലിമായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അഫീഫ് പിന്നെ പറയുമായിരുന്നു, ലൗ കാന അല്ലാഹു റസഖനി അൽ ഇസ്ലാം യൗമൈദിൻ, അന്നെങ്ങാനും അല്ലാഹു എനിക്ക് ഇസ്ലാമിനെ നൽകിയിരുന്നുവെങ്കിൽ ഫഅകൂനു സാലിസൻ മഅ അലിഇൻ വഖദീജ, അന്ന് എനിക്ക് മൂന്നാമത്തെ ആളായി മാറാമായിരുന്നല്ലോ. അന്ന് മുസ്ലിമാകാൻ കഴിയാത്തതിലുള്ള ഖേദം പിന്നെ എപ്പോഴും പറയുമായിരുന്നു. ആര്? അഫീഫ് പിന്നെ മുസ്ലിമായിട്ടില്ല, അന്ന് മുസ്ലിമായില്ല. പിന്നെ ഭയങ്കര മഹാനായ സഹാബിയായി ജീവിച്ചിട്ടുണ്ട്. ആര്? അഫീഫ് റളിയല്ലാഹു അൻഹു. പക്ഷെ അഫീഫ് ഇത് ഒന്നാം ദിവസം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഇസ്ലാമാകാൻ ആർക്ക് തോന്നിയില്ല? അഫീഫിന് തോന്നിയില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഏകദേശമൊക്കെ ശരിയാണെന്നോ അന്ന് ആർക്കറിയാം? അബ്ബാസിനൊക്കെ അറിയാം.
പക്ഷേ എന്നല്ല, പിന്നീട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ല ഇസ്ലാമു അബ്ബാസിൻ കാന അഹബ്ബ ഇലയ്യ മിൻ ഇസ്ലാമി അബി ഖുഹാഫ കാന ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ബാപ്പ അബൂ ഖുഹാഫ മുസ്ലിം ആകുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബ്ബാസ് മുസ്ലിം ആകലായിരുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഏറ്റവും താല്പര്യം ആര് മുസ്ലിം ആകലായിരുന്നു? അബ്ബാസ് മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് എന്റെ ബാപ്പ മുസ്ലിമാ അബൂ ഖുഹാഫ മുസ്ലിം ആകുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം അബ്ബാസ് മുസ്ലിം ആകലായിരുന്നു എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു. ലൗ കാന അല്ലാഹു റസഖനി അൽ-ഇസ്ലാമ യൗമഇദി ഫഅകൂനു സാലിസൻ മഅ അലി ഇബ്നു അബി ത്വാലിബ്. ഈ ഹദീസ് ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക് സഹീഹൈനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഉദ്ധരിക്കുകയാണ് ഞാൻ. അതായത് ഇമാം നസായി തന്റെ ഖസായിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് തന്നെ ബഹുമാനപ്പെട്ട മഹാനായ ഹാക്കിം തന്റെ മുസ്തദ്റക് സഹീഹൈനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫീഫ് ഖാല അഫീഫ് വഅസ്ലമ വഹസന ഇസ്ലാമഹു വദിത്തു അന്നി കുൻതു അസ്ലംതു യൗമഇദിൻ ഫയകൂനു ലി റാബിഅൽ ഇസ്ലാം. അന്ന് മുസ്ലിമാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് നാലാമനായിരുന്നു. നബി നണ്ണിയാൽ നാലാമൻ, ഖദീജാവിൽ നണ്ണിയാൽ മൂന്നാമൻ. നബി നണ്ണിയാൽ നാലാമൻ, ഖദീജാബി നണ്ണിയാൽ മൂന്നാമൻ ആകാൻ കഴിയുമായിരുന്നല്ലോ. അള്ളാഹു എനിക്ക് എന്റെ കണ്ണിൽ കാണിച്ചു തന്നില്ലേ, പക്ഷേ എന്റെ കണ്ണിന് അന്ന് വെളിച്ചം കിട്ടിയില്ല എന്ന് ദുഃഖത്തോടെ പറയാറുണ്ടായിരുന്നു. ആര്? അഫീഫ് റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ. ചിന്തിക്കണം. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തബഖാത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫതമന്നൈതു ബഅദു, പിന്നീട് ഞാൻ കൊതിക്കാറുണ്ടായിരുന്നു, അന്നീ കുൻതു റാബിഅഹും, എനിക്ക് നാലാമത്തെ ആളാകാമായി അവസരം കിട്ടിയതാണല്ലോ, ഞാനത് നഷ്ടപ്പെടുത്തിയില്ലേ. പിന്നെ തമന്നൈതു, തമന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന ഒരിക്കൽ ഞാൻ മക്കയിൽ വന്നു. അങ്ങനെ അങ്ങനെ അബ്ബാസിന്റെ അടുത്ത് ചെന്നു. ഫന്തഹൈന ഇലൈഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. വഹുവ ജാലിസുൻ ഇലാ സംസം, സംസം കിണറിന്റെ അടുത്തിരിക്കുകയാണ്. ആര്? അബ്ബാസ്. ഇത് വേറെ സംഭവമാണ്. അതായത് വേറെ സംഭവം, ഇതൊരൊറ്റ സംഭവം ഒന്നുമല്ല. അതായത് ഈ കഅബയുടെ അടുത്ത് വന്നിട്ട് നബിയും ഒക്കെ നിസ്കരിക്കുന്ന സംഭവം, ഖദീജ ബീവി ഒക്കെ നിസ്കരിച്ച സംഭവം ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമൊന്നും ഒരു സംഭവമൊന്നും അല്ല, പലത് വേറെ സംഭവമാണ്. മറ്റേത് അഫീഫ് രേഖപ്പെടുത്തുക, ഇത് ആര് രേഖപ്പെടുത്തുക? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഞാൻ ഞങ്ങളെ നാട് വിട്ട് ഇങ്ങനെ വന്ന് മക്കയിലെത്തി. അങ്ങനെ അബ്ബാസിന്റെ അടുത്ത് വന്നു. അബ്ബാസ് സംസം കിണറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സഫാ കുണ്ടിന്റെ ആ ഏരിയയിലൂടെ ഒരു ചെറുപ്പക്കാരൻ, ഒരാൾ ഇങ്ങനെ വന്നു. ഇങ്ങനെയൊക്കെ നല്ല ഒരു ലക്ഷണമൊത്ത ആൾ ഇങ്ങനെ കയറി വന്നു. ചന്ദ്രൻ ഉദിച്ചതാണോ എന്ന് തോന്നും ആ ആളെ മുഖത്തേക്ക് നോക്കിയാൽ. അത്ര സുന്ദരനായ പ്രൗഢനായ വല്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ സഫാ കുന്നിന്റെ ഏരിയയിലൂടെ കഅബയുടെ ഭാഗത്തേക്ക് വന്നു. ആരാ പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഞാനിരിക്കാണ് എവിടെ? അബ്ബാസിന്റെ അടുത്ത്, സംസം കിണറിന്റെ അടുത്ത് ഇരിക്കാണ്. അപ്പൊ ഇങ്ങനെ കയറി വന്നു. യംശി അലാ യമീനിഹി അംറദു, ഒരു ചെറുബാല്യക്കാരനായ, കണ്ടാൽ കൗതുകമോതുന്ന തോന്നുന്ന ഒരു കുട്ടി. ആ കുട്ടി ഈ ആളുടെ കൂടെയും ഉണ്ട്. അങ്ങനെ വന്നു. തഖഫൂഹു ഇംറഅത്തുൻ, അവരെ ബാക്കിൽ ഒരു പെണ്ണുണ്ട്. ഖദ് സതറത് മഹാസിനുഹാ, ഖദ് സതറത് മഹാസിനഹാ, ആ സൗന്ദര്യമെല്ലാം മറച്ചു പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? നല്ല ആ പെണ്ണ് അതിന്റെ സൗന്ദര്യമെല്ലാം ഇങ്ങനെ വസ്ത്രത്തിന്റെ ഉള്ളിലൊക്കെ മറച്ചു പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. അതായത് നല്ല അച്ചടക്കത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആര്? ഈ പെണ്ണ്. അവരിങ്ങനെ വന്നു. അങ്ങനെ വന്നു. യംശി അലാ യമീനിഹി ഗുലാമു തഖഫുഹു ഇംറാത്തുൻ, വല ഭാഗത്തൊരു കുട്ടി വന്നു. പിന്നെ ബാക്കിൽ ഒരു പെണ്ണ് വന്നു. അവരിങ്ങനെ വന്നു. പിന്നെ ഖസദ നഹ്വൽ ഹജരി, അങ്ങനെ ഈ ആള് വന്നിട്ട് നേരെ ഹജറുൽ അസ്വദിന്റെ അടുവിൽ വന്നിട്ട് ഫസ്റ്റ്
ഫസ്തലമുഹു അതിനെ തൊട്ടുമുട്ടി. സുമ്മസ്തലമൽ ഗുലാമു പിന്നെ ആ ബാലനും തൊട്ടുമുട്ടി. സുമ്മസ്തലമത്തിൽ മർഅത്തു പിന്നെ ആ പെണ്ണും ആ സഹോദരിയും തൊട്ടുമുട്ടി. സുമ്മ ത്വാഫ ബിൽ ബൈത്തി സബ്ആൻ വൽ ഗുലാമു വൽ മർഅത്തു യതുഫാനി മഅഹു. പിന്നെ എന്ത് ചെയ്ത് പിന്നെ ഈ ആള് കഅബാലയത്തെ 7 വട്ടം തവാഫ് ചെയ്തു. അപ്പൊ കുട്ടിയും കൂടെ ഉണ്ട്, ഈ സ്ത്രീയും കൂടെ ഉണ്ട്. അവരെങ്ങനെ തവാഫ് ചെയ്തു. അങ്ങനെ ഖുൽനായ അബൽ ഫളിൽ അപ്പോൾ അബുൽ ഫളിലായ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ ചോദിച്ചു, അബുൽ ഫളിൽ ഇന്ന ഹാദാ ലക്കും പോകും, ഇത് ഇങ്ങനെയൊക്കെയുള്ളൊരു കളി, ഇതെന്താ പുതിയ പരിപാടി? നേരെ കഅബാലയത്തിലേക്ക് വരിക. കഅബാലയത്തിലേക്ക് വരുന്ന കാലത്ത് അവര് ചുംബിക്കൽ ചെയ്യുവാണ്. അന്ന് 360 വിഗ്രഹം ഉണ്ട് അവിടെ കഅബാലയത്തിനുള്ളിൽ. ഇത് അവിടേക്കൊന്നല്ല ഇവര് വരുന്നത്. ഇവര് നേരെ എവിടേക്കാ വരുന്നത്? ഹജറുൽ അസ്വദിനെ അവിടെ വന്നിട്ട് ഹജറുൽ അസ്വദിനെ തൊട്ടുമുട്ടി. എന്നിട്ട് പിന്നെ അവർ തവാഫ് ചെയ്തു. ബിംബത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല. മറ്റവരാണെങ്കിൽ നേരെ വന്നിട്ട് വീഴ ചെയ്യാ എന്നുമേൽ. അപ്പോൾ ഞങ്ങള് ഇരിക്കണ കൂട്ടത്തിൽ ഞാൻ അബ്ബാസിനോട് ചോദിച്ചു, അബുൽ ഫളിലെ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണ് അബുൽ ഫളിൽ. അബുൽ ഫളിലെ എന്താ ഈ കാണുന്നത്? ഇതെന്ത് ദീനാണ്? ലംനക്കുനായിരിക്കും ഇങ്ങനത്തെ ദീന് നിങ്ങൾക്ക് ഇടയിലുള്ളത് ഞങ്ങൾ അറിയൂലല്ലോ. ഇതിപ്പോ എന്താ ഇവിടെ വല്ല കാര്യം നടന്നോ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ആരോട്? അബ്ബാസിനോട്. ആര് പറയാ? ഇബ്നു മസ്ഊദ് പറയാ. ഖാല അപ്പോൾ അബ്ബാസ് പറഞ്ഞു, ഹാദാ ഇബ്നു അഖീ, ഇത് പുറത്തുള്ള ആളൊന്നും അല്ല, ഇതിന്റെ ജ്യേഷ്ഠന്റെ മോനാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്. വൽ ഗുലാമു അലി ബിൻ അബി ത്വാലിബ് വൽ മർഅതു ഖദീജ ബിൻതു ഖുവൈലിദ് സൗജതുഹു. ബാലൻ മറ്റൊരാളുമല്ല, അലി ബിൻ അബി ത്വാലിബാണ്. സ്ത്രീ വേറൊരാളുമല്ല, അതാരാണ്? ഖദീജ ബിൻതു ഖുവൈലിദ് സൗജത്താണ്. മാ അലാ വജ്ഹി ഹാദൽ അർളി മിൻ അഹദിൻ നഅലമുഹു യഅബുദുല്ലാഹ ബിഹാദദ്ദീൻ ഇല്ലാ ഹൗലാഇ സലാസ. അന്ന് ഈ ഭൂമിക്ക് മുകളിൽ ഈ ഇബാദത്ത് ചെയ്യുന്ന 4ാമത്തെ ഒരാളെ ഞങ്ങൾക്ക്. വെറുതെ ഇതിന്റെയൊക്കെ പിന്നിൽ വർത്തമാനം, ചരിത്രത്തെ പഠിക്കാത്ത വിഡ്ഢികളുടെ കളി പറയാ ചില ആളുകൾ. അവർക്ക് അറിയൂല, എന്നിട്ട് അവര് ജഹില് നാട്ടിലാകെ പ്രചരിപ്പിക്കും. ഇവിടെ വസ്തുനിഷ്ഠമായും സ്പഷ്ടമായും വ്യക്തമായും കാര്യങ്ങളെ പഠിച്ചിട്ട് കൃത്യമായിട്ടായി പറയും. ഒരാൾക്കും ഇത് എതിർക്കാൻ കഴിയും. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ വളരെ വ്യക്തമായി, മുഫസ്സിരീങ്ങളും മുഹദ്ദിഥീങ്ങളും അഹ്ലുദ്ദീനും അഇമ്മത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഈ പറയുന്നത്. ഇതിന്റെ ബാക്കി കാണാം ഇവിടെ മജ്മുഉ സവാഇദിൽ. ഇതിന്റെ ബാക്കി കാണാം. ഈ ആള് എന്ത് ചെയ്തു? ഈ ചെറുപ്പക്കാരൻ വന്ന് ഇങ്ങനെ നിന്ന് പിന്നെ എന്ത് ചെയ്തു? വൽ ഗുലാമു വൽ മർഅതു യതുഫാനി മഅഹു സുമ്മ സലമ റുക്ന, പിന്നെ റുക്നുൽ യമാനിയെ തൊട്ടുമുട്ടി. ഫറഫഅ യദൈഹി വകബ്ബറ. തവാഫ് കഴിഞ്ഞിട്ട് ഈ ആള്, ഈ യുവാവ്, ആര്? യുവാവാരാ? മുഹമ്മദ് മുസ്തഫ. ഇബ്നു മസ്ഊദ് പറയാണ്, ഈ യുവാവ് എന്ത് ചെയ്തു? യമാനി എന്റെ അവിടെയൊക്കെ തൊട്ടുമുട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫറഫഅ യദൈഹി, കയ്യെ പൊക്കി, വകബ്ബറ, തക്ബീറൻ ചൊല്ലി. അതായത് നിസ്കാരം തുടങ്ങാണ്. വഖാമൽ ഗുലാമു അൻ യമീനിഹി വറഫഅ യദൈഹി വകബ്ബറ വഖാമത്തിൽ മർഅതു ഖൽഫഹുമാ. വലഭാഗത്ത് ആരും നിന്നു? അലി റളിയല്ലാഹു അൻഹു. ബാക്കിൽ ആരും നിന്ന്? ഖദീജ ബീബി നിന്ന് റളിയല്ലാഹു അൻഹാ. വറഫഅത് യദൈഹാ വകബ്ബറത് വഅത്വാലൽ ഖിയാമ. ഒരുപാട് നേരം അങ്ങനെ നിന്ന് നിസ്കരിച്ചു. നീട്ടി നിന്നു. ആര്? ഈ യുവാവ്. വഹുവ ഖായിമുൻ, കുറേ നേരം നിന്നു. ثم سجد وسجد الغلام والمرأة معه يصنعان مثل ما يصنع. ആ ആള് സുജൂദിലേക്കും മറ്റൊക്കെ റുക്കോയിലേക്കൊക്കെ പോകുന്നതിനനുസരിച്ച് ഈ കുട്ടിയും ചെയ്യുന്നുണ്ട്. ആ ബാക്കിലുള്ള പെണ്ണും ചെയ്യുന്നുണ്ട്. യതബിഅനിഹി, ഈ രണ്ടാളുകളും, ഈ കുഞ്ഞുമോനും ആ സ്ത്രീയും ഈ യുവാവിനെ ഇങ്ങനെ പിന്തുടർന്ന് അദ്ദേഹം ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട്.
മക്കയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ വേറെ കണ്ടില്ല. അബ്ബാസിനോട് ഞങ്ങൾ പോയി പറഞ്ഞു, യാ അബൽ ഫദ്ല ഇന്ന ഹാദ ദീന ലം നകുൻ ആരിഫു ഫീകും അശൈഉൻ ഹദത. ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഒരു കളി? ഇത് നമ്മൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അബ്ബാസെ. ഇവിടെ എന്താ ഇവിടെ നടന്നത്? ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ. നമ്മൾ പണ്ട് മക്കയിലൊക്കെ വരുന്നതല്ലേ, മക്കയിൽ ഇങ്ങനത്തെ കളികളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതെന്താ പുതിയ കളി ഇവിടെ തുടങ്ങിയത് എന്ന് ഞങ്ങൾ അബ്ബാസിനോട് ചോദിച്ചു. അജൽ വല്ലാഹ് മാ തഅരിഫൂന ഹാദാ ഖുൽനാ ലാ ഹാദാ ഇബ്നു അഖി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് والغلام علي بن ابي طالب والمرأة خديجة بنت خويلد اما والله ما على الارض احد يعبد الله على هذا الدين الا هؤلاء ثلاثه. ഇനി ഇത് റഹ്മത്തുള്ള ഖാസിമിയുടെ മാത്രം അഭിപ്രായമാണെന്നും വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചില ആളുകൾ അതിന്മേൽ പ്രശ്നമുണ്ടാക്കും. ഞാൻ അങ്ങനെയും വിചാരിക്കണ്ട. റഹ്മത്തുള്ള ഖാസിമിക്ക് പുതിയ ചില ഇൽഹാമുകൾ ഇറങ്ങാണ്, അങ്ങനെയാണ് എന്നാരും വിചാരിക്കേണ്ട. ചരിത്രം വളരെ കൃത്യമായ സംഗതിയാണ് ഈ പറയുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ IPH പ്രസിദ്ധീകരിക്കുന്ന KK മുഹമ്മദ് മദനിയുടെ സ്വഹാബി വനിതകൾ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചോ. ഭർത്താവിന്റെ സത്യസന്ധതയും ഉദ്ദേശശുദ്ധിയും അനുഭവബോധ്യവുമുള്ള ഖദീജ മറ്റാരെക്കാളും ആദ്യം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു. അപ്പൊ ആദ്യം മുസ്ലിമായി ആര്? ഖദീജ എന്ന് IPHന്റെ പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെ പ്രഥമ മുസ്ലിം വനിത എന്ന ബഹുമതിക്ക് മഹദി അർഹയായി. അതോടൊപ്പം ഉമ്മുൽ മുഅ്മിനീൻ വിശ്വാസികളെ മാതാവ് പ്രവാചക പത്നിമാരെ ഈ ബഹുമതി പേരിലാണ് വിശേഷിപ്പിക്കുക എന്ന സ്ഥാനപ്പേരും. എന്ന് മാത്രമല്ല ആദ്യമായി പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആണ് പെണ്ണ് എന്നുള്ള കണക്കില്ല, ആദ്യമായി വിശ്വസിച്ച ആളാണ്. ഇസ്ലാമിലെ തുടക്കത്തിലെ സ്ഥിതി അഫീഫുൽ കിന്ദി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ജാഹിലിയ കാലത്ത് ഞാൻ മക്കായിൽ പോയി. അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് വസ്ത്രങ്ങളും പരിമള വസ്തുക്കളും വീട്ടിലേക്ക് വാങ്ങലായിരുന്നു ലക്ഷ്യം. ഞാൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കവേ കഅബയിലേക്ക് നോക്കി എപ്പോഴുണ്ട് ഒരു യുവാവ് വരുന്നു. നട്ടുച്ച നേരം യുവാവ് ആകാശത്തേക്ക് തല ഉയർത്തി നോക്കി. എന്നിട്ട് കഅബക്ക് അഭിമുഖം നിന്നു. അധികം കഴിഞ്ഞില്ല, ഒരു ബാലൻ വന്ന് അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും എത്തി. ഇരുവരുടെയും പിന്നിലായി നിന്നു. പിന്നീട് യുവാവ് കുമ്പിട്ടു. അപ്പോൾ ബാലനും സ്ത്രീയും കുമ്പിട്ടു. പിന്നെ യുവാവ് തല ഉയർത്തി. തത്സമയം ബാലനും സ്ത്രീയും തല ഉയർത്തി. അനന്തരം യുവാവ് സുജൂദിൽ പോയി. തുടർന്ന് ബാലനും സ്ത്രീയും സുജൂദിൽ പോയി. ഇത് മഹത്തായ ഒരു കാര്യമാണല്ലോ അബ്ബാസെ എന്ന് ഞാൻ പറഞ്ഞു. അബ്ബാസ് വെളിപ്പെടുത്തി, മഹത്തായ കാര്യം തന്നെ. ഈ യുവാവ് ആരാണെന്ന് അറിയുമോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തി, എന്റെ സഹോദരപുത്രൻ മുഹമ്മദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുള്ളയുടെ മകൻ. ഈ സ്ത്രീ ആരാണെന്ന് അറിയുമോ? അദ്ദേഹം ചോദിച്ചു. അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രസ്താവിച്ചു, ഇത് ആണ് എന്റെ സഹോദരപുത്രന്റെ ഭാര്യ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന്. താങ്കൾ കാണുന്ന എന്റെ ഈ സഹോദരപുത്രൻ പറയുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായ അവന്റെ രക്ഷിതാവ് ഈ മതം ആചരിക്കാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അമറഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്റെ ഈ മതം പ്രചരിപ്പിക്കാൻ എന്ന് പറയുന്നു, എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് സത്യം. ഈ മതത്തിൽ കാണുന്ന 3 പേരല്ലാതെ ഭൂമുഖത്ത് ഒരിടത്തും 4ാമത് ഒരാൾ ഉള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? അബ്ബാസ് പറഞ്ഞു. ഈ ഭൂമിക്ക് മുകളിൽ ഇനിപ്പോൾ 4ാമത്തെ ഒരാള് ഇല്ല. 1 മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്, 2 ആര്? അലി റളിയല്ലാഹു അൻഹു, പിന്നെ ആര്? ഖദീജ ബീവി. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഈ സംഭവം എന്തിന്റെയും മുമ്പായിരിക്കും? റാബിഉൽ ഇസ്ലാം ആണ് ആര്? സിദ്ദീഖുൽ അക്ബർ. അതിന്റെ സിദ്ദീഖുൽ അക്ബർ വിശ്വസിച്ച വിവരം ഒരു പക്ഷേ വിശ്വസിക്കുന്നതിന് മുമ്പാകാം. അല്ലെങ്കിൽ സിദ്ദീഖുൽ അക്ബർ വിശ്വസിച്ച വിവരം ആരറിഞ്ഞിട്ടുണ്ടാവൂല? അബ്ബാസ്. ഒരു നിലക്ക് അറിയാതിരിക്കാൻ തരമില്ല. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ
വിശ്വസിച്ച ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിനെ പിന്നെ ആളുകൾ പിൻപറ്റാനുള്ള ഒരു അടിസ്ഥാന കാരണം എന്താ? സിദ്ദീഖിന് അവിടെ ഭയങ്കര ഒരു പിന്നെ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് അതിനേക്കാൾ അംഗീകാരമല്ലേ? റസൂലുള്ളാഹിക്ക് ആരെക്കാളും അംഗീകാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു പുതിയ ദീൻ കൊണ്ടുവന്നല്ലോ. അപ്പൊ അതോടുകൂടെ ജനങ്ങൾ ആ കാര്യത്തെ മാറ്റി നിർത്തി. പിന്നെ അവിടെ അംഗീകാരമുള്ള ആളാണ് ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട പലരും വിശ്വസിച്ചു. ആരടക്കം? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. എന്താ പറയുന്നത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുസ്ലിം ആയത് ആര് പറഞ്ഞിട്ടാണ്? അബൂബക്കർ സിദ്ദീഖ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, അമീനു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആര്? ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ എന്ന് റസൂലുള്ളാഹി പറയുന്ന ആളാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു. എന്താ നോക്കിയിരിക്കണേ? എന്താ വെറുതെ ഉണ്ടായിരിക്കണേ? അബൂ ഉബൈദയുടെ പേര് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ഖലീഫ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന നേരത്തെ ഉമർ ബിൻ ഖത്താബിനോട് റളിയല്ലാഹു മനിൽ ഖലീഫത്തു സാലിസ, ആരാണ് മൂന്നാമത്തെ ഖലീഫ? അപ്പോൾ ഉമർ പറയാ, ഷാവിറുഹും ഫിൽ അംരി, കാര്യത്തിൽ നിങ്ങൾ മുശാവറ നടത്തിക്കാളി. ഷാവിറു നിങ്ങൾ മുശാവറ നടത്തി. ലാ യരിഫൂന, മൂന്നാമത്തെ ഖലീഫ ആരാണെന്ന് എനിക്ക് അറിയൂല, നിങ്ങൾ മുശാവറ നടത്തിക്കോളി. ഇൻ ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ. ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അബൂ ഉബൈദയാണ് മൂന്നാമത്തെ ഖലീഫയാണെന്ന് ഞാൻ തന്നെ പറയും. നിങ്ങൾ മുശാവറ നടത്തേണ്ടതില്ല. പക്ഷെ അപ്പോഴത്തേന് അബൂ ഉബൈദ മരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? لأني سمعت من رسول الله صلى الله عليه وسلم أبو عبيدة أمين هذه الأمة. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയാണെന്ന് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയില്ലേ അബൂ ഉബൈദയെ? അറിയില്ലേ? ഒരു സംഭവം ഉണ്ടല്ലോ അബൂ ഉബൈദയുടെ. എന്തൊരു മനുഷ്യന്മാരാണ് അബൂ ഉബൈദയുടെ സംഭവം. അറിയില്ലേ? അബൂ ഉബൈദ ഇത്ര വലിയ അംഗീകാരം ഉണ്ടാവാൻ കാരണം അറിയില്ലേ? ആരുടെ? ബാപ്പാണ്. അള്ളാഹുവിനെയും റസൂലിനെയും പ്രേമിച്ച് ബാപ്പയെ തലർത്തെടുത്തത് ആരാണ്? അബൂ ഉബൈദയാണ് റളിയല്ലാഹു അൻഹു. ലോക ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതമായ സംഭവമാണ്. ആ തലയും കൊണ്ട് തല അറുത്തു എന്ന വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി പോലും അബൂ ഉബൈദയുടെ മുഖം തിരിച്ചുപോയി. റസൂലുള്ളാഹി മുഖം തിരിച്ചുപോയി. ബാപ്പാനെ കൊന്നുവരികയാണെന്ന് എന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹി മുഖം തിരിച്ചിട്ടുണ്ട്. ആരോട്? അബൂ ഉബൈദയോട് റളിയല്ലാഹു അൻഹു. അപ്പോൾ ജിബ്രീൽ വന്ന് പറഞ്ഞു, നബിയെ ഹുബ്ബലില്ലാഹി വ റസൂലിഹി. അബൂ ഉബൈദക്ക് ബാപ്പയോട് ഒരു ദേഷ്യമല്ല, അള്ളാഹുവോടും റസൂലിനോടുമുള്ള പ്രേമമാണ്. സഹിക്കാൻ കഴിയാത്ത ചീത്ത പറയാ റസൂലുള്ളാഹിനെ യുദ്ധക്കളത്തിൽ നിന്നിട്ട്. അത് കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ആർക്ക്? അബൂ ഉബൈദക്ക്. അപ്പൊ ചെയ്തതാണ്. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയാണെന്ന് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. ആ അബൂ ഉബൈദ മുസ്ലിം ആകുന്നത് ആരുടെ കയ്യിലാണ്? സിദ്ദീഖുൽ അക്ബർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുസ്ലിം ആകുന്നത് സിദ്ദീഖുൽ അക്ബർ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇവരൊക്കെ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ടതാണ്. അവർ മുസ്ലിം ആകുന്നത് അബ്ദുറഹ്മാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവിടെ മനസ്സിലാവേണ്ട കാര്യം എന്താ? ഇവിടെ രണ്ട് കാര്യമാകാം. ഒന്ന്, അന്ന് ബഹുമാനപ്പെട്ട ഇത്തരം കാര്യങ്ങളിലൊന്നും ഒന്നിരിക്കൽ അന്ന് സിദ്ദീഖുൽ അക്ബർ നാലാമത്തെ മുസ്ലിം ആയിട്ടുണ്ടാകാം. പക്ഷേ ഈ രൂപത്തിൽ പരസ്യമായ രംഗത്ത് വന്ന ഒരാളല്ല ആര്? സിദ്ദീഖ്. ഒരു പക്ഷേ അല്ലെങ്കിൽ ഈ സംഭവം സിദ്ദീഖും മുസ്ലിം ആകുന്നതിന് മുമ്പായിരിക്കാം. ഏതായാലും ഡസൻ കണക്കിന് മുഹദ്ദിസീങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തിയിരുന്നു. എവിടെ അബ്ബാസ് പറയുന്നുണ്ട്, ഞാൻ നാലാമത്തെ ഒരാൾ ഈ ദുനിയാവിൽ ഈ ദീനിലുള്ളത് എനിക്കറിയില്ല. വല്ലാഹി, അല്ലാഹു ആണ് സത്യം. ലം നകുൻ നഅരിഫു അഹദൻ, നമ്മൾ ഒരാളെ ഈ മൂന്നാ അല്ലാത്ത നാലാമത്തെ ഒരാൾ ഈ മതത്തിലുള്ളത് എനിക്കറിയൂല. ആര് പറയാ?
അബ്ബാസ് റളിയല്ലാഹു അൻഹു وأول من صلينا خلف محمد وغيرك لا يعرفنا ظهرا ولا عصرا وأول من صلينا خلف محمد وغيرك لا يعرفنا ظهرا ولا عصرا وأول من صلينا خلف محمد മുത്തുനബിയുടെ പിന്നാലെ ആദ്യം നിസ്കരിച്ചത് ഭവതി അങ്ങാണല്ലോ ഖദീജ ബീവിയോട് റളിയല്ലാഹു അൻഹാ അന്ന് നിങ്ങളല്ലാത്തൊരാൾക്ക് ളുഹ്റും അറിയുകയില്ല അസ്റും അറിയുകയില്ല. അന്നൊരാൾക്ക് ഒന്നും അറിയൂല. അന്ന് ഈ ഭൂമിയിൽ ഒരാൾ ളുഹ്റും കേട്ടിട്ടില്ല അസ്റും കേട്ടിട്ടില്ല. അക്കാലത്ത് മുത്തുനബിയുടെ പിന്നിൽ നിസ്കരിച്ച ആളാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹാ. പഠിച്ച് മനസ്സിലാക്കണം. ഞാൻ IPH എന്നാണ് ഈ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്, ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ എന്തിനാ ഇതൊക്കെ പറയേണ്ട ഒരു കാലം വന്നുപോയി. എന്തുകൊണ്ട്? അല്ലാതെ ഈ ചരിത്രകാരന്മാരൊക്കെ അത്ര സംഗതിയായിട്ട് ഞാൻ അവലംബിക്കുന്നതായിട്ടല്ല. ഇത് അവലംബിക്കാൻ തന്നെ എമ്പാടും പറ്റിയ മുഹദ്ദിസീങ്ങൾ പറഞ്ഞ അവലംബാർഹമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പിന്നെയും ഞാൻ ഉദ്ധരിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് അവർ തന്നെ എഴുതിയ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നതാണ് നല്ലത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം കൊണ്ടുവന്നത്. ചിന്തിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന വല്ലാത്ത ഒരു ഹിക്മത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മനുഷ്യൻ രണ്ടിനാൽ സമഞ്ജസമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒന്ന് റൂഹ്, ഒന്ന് ശരീരം. റൂഹിന്റെ തഖ്ദീസാണ് എന്ത്? ഷഹാദത്ത്. ശരീരത്തിന്റെ തഖ്ദീസാണ് എന്ത്? സ്വലാത്ത്. അഫ്ളലുൽ അഅമാലി ബദനിയത്തി കുല്ലിഹാ. അതിന്റെ മറുപടി ഖദീജയാണ് റളിയല്ലാഹു അൻഹ. മുത്തുനബിയിൽ നിന്ന് പിന്നെ ആ വള്ളി നേരെ കേറുന്ന അടുത്ത മരം അത് ഖദീജയാണ്. ആ മരത്തിൽ നിന്നാണ് പിന്നെ ദുനിയാവിലെ എല്ലാ മരത്തിലേക്കും പോയിട്ടുള്ളത്. ഇത് നിഷേധിക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? മനുഷ്യൻ രണ്ടിനാൽ സമഞ്ജസം ഉണ്ടാക്കപ്പെട്ടതാണ്. രണ്ട് കാര്യം, ഒന്ന് റൂഹും ഒന്ന് ശരീരവും. റൂഹിന്റെ തഖ്ദീസ് ഷഹാദത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റൂഹിന്റെ തഖ്ദീസ് ഷഹാദത്താണ്. അല്ലാഹനെ അറിയലാണ് ഷഹാദത്ത്. പടച്ചോനെ അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഷഹാദത്താണ് റൂഹിന്റെ തഖ്ദീസ് ഷഹാദത്താണ്. എല്ലാവരോടും വെള്ളിയാഴ്ചക്ക് എന്ത് വന്നാലും വെള്ളിയാഴ്ച പാഴൂരിലുള്ള ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി ഉപദേശിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വലിയ ഖൈറ് വരും ഇൻഷാ അല്ലാഹ്. ഇതൊന്നും ഞാൻ വെറുതെ ചെയ്ത ഒരു കുസൃതിയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. യാതൊരു സംശയം വേണ്ട. ഇതൊക്കെ ഞാൻ ചെയ്ത ഒരു കുസൃതിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിന്റെ പിന്നിൽ ചില സത്യങ്ങളുണ്ട്. അത് പിന്നീട് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അതെന്താണെങ്കിൽ ആ പാഴൂരിലുള്ള അല്ലാഹ് അതിന്റെ ഷഹാദത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, റൂഹിന്റെ ബാധ്യത ഷഹാദത്താണ്. ഷഹാദത്താണ് കയറണമെങ്കിൽ അല്ലാഹനെ അങ്ങോട്ട് അറിയണം, അല്ലെങ്കിൽ ഷഹാദത്ത് ഉണ്ടാവില്ല. മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ തന്നെ ഇന്ന് തിന്മ ചെയ്യാൻ എന്താ കാരണം? ഷഹാദത്തില്ല. അല്ലാഹു കാക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വില അറിയില്ല. അത് അറിയുന്ന ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ നടക്കൂല. ഇസ്തഹയൂ മിനല്ലാഹ്. അല്ലാഹുവിനെ തൊട്ട് നിങ്ങൾ ലജ്ജിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഷഹാദത്തിന്റെ വില അറിയൂല. ഇന്ന് ഷഹാദത്തിൽ പ്രവേശിക്കാത്ത ഗോപാലന്റെ ജീവിത ശൈലിയും ഷഹാദത്ത് പറഞ്ഞു നടക്കുന്ന അബ്ദുറഹ്മാന്റെ ജീവിത ശൈലിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? എന്താ കാരണം? ഷഹാദത്തില്ലാത്ത കാരണം. لا يزني الزاني حين يزني وهو مؤمن. മുഅ്മിനായ ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. ولا يسرق السارق حين يسرق وهو مؤمن. മുഅ്മിനായ ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയൂല. ولا يشرب الخمر حين يشربها وهو مؤمن. മുഅ്മിനായ ഒരാൾക്ക് കള്ള് കുടിക്കാൻ കഴിയൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമ്മൾ ഷഹാദത്തിനെ വാദിക്കുന്നു, അതേ സമയത്ത് കള്ളുടിക്കുന്നു.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇല്ലേ കുട്ടികളെ പറയ സത്യല്ലേ? എന്താ അവസ്ഥ? എന്താ അവസ്ഥ? എന്താ പ്രശ്നം? ഷഹാദത്ത് ഉള്ളിലേക്ക് കേറിയിട്ടില്ല. റൂഹിന്റെ തഖ്ദീസ് ഷഹാദത്താണ്. അള്ളാഹിനെ അറിയണം. അതറിഞ്ഞ മതിയാവും. അത് അറിയന്നെ ചെയ്യണം. അത് അള്ളാഹിനെ അറിയണം. നമുക്ക് നമ്മളെ റബ്ബിനെ അറിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് നിങ്ങൾ കാല് മുട്ടിട്ട് എഴഞ്ഞാലും അങ്ങനെ വേണ്ട ഒരു സമയം ഉണ്ടാവുമല്ലോ. മഹ്ദി ഇമാമ വന്നാൽ മുട്ടിട്ട് എഴയണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? എന്താ ചിലർ പറയുന്നത് ബസ് കിട്ടൂല, വണ്ടി കിട്ടൂല. രാത്രി മുതൽ മുട്ടിട്ട് എഴഞ്ഞു വെറുതെ ആവൂല. നിങ്ങൾക്കറിയോ, ഒരാളുണ്ടായിരുന്നു, നിങ്ങളെ കൂടെ പഠിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ ഉറങ്ങാതെ മുസ്ലിമായ ആളാണ്. നിങ്ങൾക്കറിയില്ല. അയാളെ വീട് ഇവിടെ ഒന്നുമല്ല. 100 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അയാൾ രാത്രി ഭക്ഷണം കഴിച്ചാൽ പുരയിന്ന് ഇറങ്ങി നടക്കും. എന്നിട്ട് അയാൾ പാലക്കാട് പോകും. പിന്നെ അയാൾ രാത്രി വണ്ടിക്ക് കോഴിക്കോട് വരും. ഓർമ്മല്ലേ? ചെയ്തതിന് ഓർമ്മല്ലേ? എന്താ അത് മുതൽ അബ്ദുല്ലാന്റെ ഹക്ക് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ ദ്വാരക്ക് പറഞ്ഞതിന് മാത്രം വലിയ ആളായിരുന്നു അബ്ദുള്ള. ചിന്തിച്ചോ? അബ്ദുല്ലാന്റെ അന്നത്തെ പേര് ഉണ്ണികൃഷ്ണനാണ്. അന്ന് അബ്ദുള്ള അല്ല, അന്ന് പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്യും? രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോരേന്ന് ഭാര്യ മാത്രമേ പോരലുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ എന്ന മനുഷ്യന് അന്ന് വയസ്സ് 70 കഴിയും. എന്നിട്ട് ആ മനുഷ്യൻ ഭാര്യയോട് വാതിലടച്ച് കിടന്നോ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങും. എന്നിട്ട് കുഴൽമന്നത്തേക്ക് നടക്കും. കുഴൽമന്നത്തിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും വാഹനത്തിൽ കിട്ടിയാൽ അദ്ദേഹം ഒലവക്കോട്ടേക്ക് പോകും രാത്രി. എന്നിട്ട് ഒലവക്കോട്ട് നിന്ന് ഉറങ്ങാതെ രാത്രി വണ്ടിക്ക് കോഴിക്കോട് വരും. അങ്ങനെ അയാൾ വന്ന് 4 കൊല്ലം ഒരു ദിവസത്തെ ക്ലാസ്സുകൾ ഒഴിവാക്കിയില്ല. 4 കൊല്ലം. അന്നൊക്കെ അയാൾക്ക് വയസ്സ് 72, 73, 74, 75, 76 വയസ്സാ അക്കാലത്ത് അയാൾക്ക്. 4 കൊല്ലം അയാൾ ആഴ്ചയിൽ ക്ലാസ്സിനുണ്ട്. എന്നിട്ട് എന്തായി നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് എന്താ, എങ്ങനെയാൾ വരിക? എന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്നറിയോ? എന്നിട്ട് അയാൾ പഴയ പട്ടാള ഓഫീസറാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ വലിയ സ്വീകാര്യത ഉള്ള ആളാണ്. എക്സ് മിലിറ്ററി അല്ലേ? അവിടുത്തെ ഏറ്റവും വലിയ VIP ലോഞ്ചിൽ കയറി കുളിച്ച് വസ്ത്രം മാറ്റി നേരെ KSRTCയിലേക്ക് നടന്ന് വയനാട് ബസ്സിൽ കയറിയിട്ട് കൊടുവള്ളിയിലോ സുബൈയുടെ ക്ലാസ് കൊടുവള്ളിയാണ്. ആ രാത്രി അയാൾ ഉറങ്ങൂല. അതിനെ മുട്ടിട്ടഴിയാന്നല്ലേ പറയാ? കുഴൽ മന്നത്തിന് എത്തിയ ആള് എന്തെങ്കിലും കഴിയാട്ട്? എന്താ കഴിയാട്ട്? തലയിൽ എന്താ കേറാത്ത? അതുകൊണ്ടാ കഴിയാട്ട്. ബസ് കിട്ടില്ല, വണ്ടിയിൽ എന്നോട് പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ബസ്സും കിട്ടും, വണ്ടിയും കിട്ടും. ആവശ്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ ബസ്സും കിട്ടും, വണ്ടിയും കിട്ടും. അതിന് എന്ത് വേണം? ഹബ്ബ് ഉണ്ടാവണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടാവണ്ട. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നെറ്റിമ താമ്പുണ്ടോന്ന് സ്വർഗത്ത് കിടക്കില്ലടാ. ആരടാ അത് പറഞ്ഞത്? ആരടാ നിങ്ങളോട് ഈ പൊട്ടത്തരം പറഞ്ഞത്? അത് ഇതിന്റെ അടിയിൽ ഇറങ്ങിയാൽ മനസ്സിലാവും. ഇതിന്റെ അടിയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. 99% വിഡ്ഢികളാണ്. സ്വർഗം കിട്ടോ കിട്ടൂല, അള്ളാഹുവിന്റെ മഹ്ഫറത്ത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ വിഡ്ഢിയാകണ്ട. കാട്ടിക്കൂട്ടൽ കൊണ്ടൊന്നും കിട്ടും നിങ്ങളോരും വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ മുഹബ്ബീങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ഉള്ളിൽ കയറണം. ആര് പറടാ? അള്ളയുടെ കയറണം. അള്ള കയറണം. ഹുബ്ബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഹുബ്ബ് ഞാൻ 2 ആളെ കണ്ടിട്ടുണ്ട്. അങ്ങാടിയിൽ നിന്ന് നല്ലോണം പണിയെടുക്കും. കൈവണ്ടിയൊക്കെ കൊണ്ടും സൈക്കിളും പണി സാധനം അങ്ങോട്ട് വെക്കും. ചിന്തിക്കും. അങ്ങനത്തെ തന്നെ ഞാൻ കണ്ടിട്ട് അറിയും. മരിച്ചിട്ടില്ല, ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നല്ല വൈകുന്നേരം വരെ പണിയെടുക്കും. ഒരു പണി കഴിഞ്ഞാൽ ഹോട്ടലിൽ കയറും, പൊറാട്ടയും ചാപ്സും തിന്നും. അടുത്ത പണി കഴിഞ്ഞാലും അതിന്റെ പൈസ വാങ്ങിയിട്ട് പൊറാട്ടയും ചാപ്സും തിന്നു. എവിടുന്ന് എവിടുന്ന്? ഹോട്ടലിൽ നിന്ന്. പൊരയിൽ വലിയ ദാരിദ്ര്യ. കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. 10ന്റെ പൈസ പോക്കറ്റിൽ ബാക്കി ഉണ്ടാവില്ല. പൊറാട്ടയും ചാപ്സും അങ്ങനെ തിന്നും. അങ്ങാടിയിൽ പണിയാ, ഫുള്ള് പണിയാ. ഇറച്ചിയും പൊറാട്ടയും അങ്ങനെ തിന്നും. വൈകുന്നേരം
പൊരയിൽ പോവും. എന്നിട്ട് പൊരയിൽ ചെന്നിട്ട് പറയും എന്തെന്നറിയോ, ഇന്ന് ആമിന പണിയൊന്നും കിട്ടിയില്ല, എനിക്കാണെങ്കിൽ പള്ളക്ക് സുഖമല്ല, ഞാൻ അവിടെ കിടക്കട്ടെ. ഓനക്ക് പള്ളക്ക് സുഖമല്ലാക്ക അങ്ങനെ 16 പൊറാട്ട ഒന്നും ആവില്ല കയറ്റിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരാൾ, ഇന്ന് മരിക്കാത്ത ഒരാൾ എനിക്കറിയാം. എനിക്ക് വേറൊരാളറിയാം, ഒരു കാരൊക്കെ കിട്ടിയാൽ അതിന്റെ പകുതി പൊതിഞ്ഞിട്ട് പെണ്ണുങ്ങൾ കൊണ്ടേ കൊടുക്കും. അങ്ങനത്തെ ആൾ എനിക്കറിയാം. ഒരു കാരൊക്കെ കിട്ടിയാൽ ആ ആള് ഞങ്ങളുണ്ട്. രണ്ടാള് ഞങ്ങളുണ്ട്. ഒരാൾ ഒരാൾ ഓന്റെ സ്നേഹിയാണ്, മറ്റേ ആൾ ഓന്റെ ഭാര്യയുടെ സ്നേഹിയാണ്. ഇതാണ് വ്യത്യാസം. ഒരു കാരക്ക പൊതിയാൻ അവന് വേണ്ടി ഉണ്ടാവില്ല. കാരണം അവന് പെണ്ണുങ്ങളോട് അത്രയും ഇഷ്ടാണ്. ഒരു ഉറുപ്പ്യവന് ബാക്കി ഉണ്ടാവില്ല. കാരണം അവന്റെ പള്ളായതുകൊണ്ട് അവന് അത്രക്കും ഇഷ്ടാണടാ, ഇഷ്ടാണ്. ഇഷ്ടം പത്തുമല ദീനുണ്ടാവുക, ഇഷ്ടാണ് മർമ്മം. ഫമൽ ഈമാൻ, എന്താണ് ഈമാൻ? ലൈസ വറാഅഹു ഇല്ലൽ മഹബ്ബ, മഹബ്ബത്തുല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും റസൂലിലുമുള്ള പ്രേമമല്ലാതെ ആണ് മടുത്തൂക്ക ഈമാനാവൂല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിലും റസൂലിലുമുള്ള പ്രേമാണോ ഈമാൻ? പ്രേമുള്ളവന് എന്ത് ആന, എന്ത് പെരുമ്പാമ്പ്, പ്രേമം തലക്കണക്ക എന്ത് പെരുമ്പാമ്പാണോ? പെരുമ്പാമ്പ് ഇവനെ പേടിക്കും, ഇവന്റെ പാച്ചിലുണ്ടായി, ഇവനെ അങ്ങോട്ട് പായും. പറയടോ, പെണ്ണുങ്ങളൊപ്പം 2 മണിക്കൂർ കിടക്കാനാണ് കാട്ടിലൂടെ 20 കിലോമീറ്റർ പായണ ഇയാള്. അത് മരിച്ച് ഇടക്കിടക്ക് എനിക്ക് അയാളെ ഓർമ്മ വരും. ഞാനിതിന്റെ ആയുസിൽ ഓർത്തിന് കൈ കണക്കില്ല. നിങ്ങളോട് തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? എന്താണ് ഇതിന് തെളിവ്? മഹബത്ത് എന്ന് പറയാ. എന്നിട്ടോ അത് റൂഹിന്റെ ഷൗഖാണ്, അതൊക്കെ കേറണം. വിഡ്ഢികളാകണ്ട, നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങളെ മുന്നിൽ ദാശിയിൽ പറയണില്ലേ നിങ്ങൾക്ക് അവസരമില്ലെന്ന് അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് അവസരമില്ലേ? ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നല്ല വിഷയം. ഇത് കുറച്ചപ്പുറത്തേക്ക് പോകും. ഇത് അവസ്ഥ വേറെ ആവും. ഇതിപ്പോ നിങ്ങളോട് ഞാൻ പറയണില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞങ്ങൾ കൃത്യമായി പറയാണ്, വെള്ളിയാഴ്ച രാവിലെ ഖൈറായ നിയത്ത് ചെയ്ത് മോമിനായി മരിക്കാന്ന് നിയത്ത് ചെയ്ത് 7 മണിക്ക് ആ ക്ലാസ്സിനെത്തണം. അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാവും. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. അതിൽ ലക്ഷ്യമല്ല, അതിൽ വലിയ ഖൈറുണ്ടാവും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. ഞാൻ ഇവിടെ ഖദീജ ബീവിനെ ഉദ്ധരിക്കാനുള്ള കാരണം എന്താ? ഖദീജ ബീവിന് 2 കാര്യമാണ്. ഒരു മനുഷ്യൻ 2 കാര്യമാണ്. ഒന്ന് റൂഹിന്റെ തഖ്ദീസ്, അതാണ് ഷഹാദത്ത്. ഒന്നോ ശരീരത്തിലെ തഖ്ദീസ്, അതാണ് എന്ത്? നിസ്കാരം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഒളു ഉണ്ടാവുന്നത്. ഒളുവിനെ പറ്റി നമ്മൾ നാളെ പറയും ഇൻഷാ അല്ലാഹ്. അതും ഖദീജ ബീവി തന്നെയാണ് റളിയല്ലാഹു അൻഹ. ഈ 2 ശുദ്ധതക്കും ഈ സമുദായത്തിൽ അള്ളാഹു ആദ്യം തെരഞ്ഞെടുത്തത് ആരെയാണ്? ഖദീജ ബീവിയാണ്. അതുകൊണ്ടാണ് ഖദീജക്ക് നമ്മൾ കുബ്ര എന്ന് പേര് കൊടുത്തത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര. വലിയാള് മഹാനായ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. അവര് വലിയ ആളാണ്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റൂഹ് ആദ്യം ശുദ്ധീകരിച്ചതും ഖദീജയാണ്. ശരീരം ആദ്യം ശുദ്ധീകരിച്ചതും ഖദീജയാണ്. റൂഹും ശരീരവും ശുദ്ധീകരിക്കലാണ് ദീന്. റൂഹ് ശുദ്ധീകരിക്കൽ ഈമാൻ, ശരീരം ശുദ്ധീകരിക്കൽ അമാൽ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. മനസ്സിലായില്ലേ? റൂഹ് ശുദ്ധീകരിക്കൽ റൂഹ് ശുദ്ധീകരിക്കൽ ഈമാൻ. എന്താണ് ഈമാൻ? ഷഹാദത്തുള്ളിൽ കയറുക തന്നെ. ഷഹാദത്തുള്ളിൽ കയറുക. ഷഹാദത്ത് മനസ്സിൽ ഉറപ്പിച്ച നാവിൽ വെളിവാക്കി പറയാം. മനസ്സിൽ കൊണ്ടേ വെക്കുക. എന്നിട്ട് റൂഹ് അവിടുന്ന് തട്ടി ഉള്ളിൽ കൊണ്ടുപോകണം. മനസ്സിലാണ് നമ്മൾ വെക്കും. പിന്നെ അവിടുന്ന് റൂഹ് എന്ത് ചെയ്യണം? തട്ടിക്കൊണ്ടേക്കണം. പിന്നെ അവിടുന്ന് അതിന്റെ ആയത്ത് കൊണ്ടുപോകണം. അതിന്റെ ആയത്തിന് അതിന്റെ ആയത്ത് പോകും. അതിന്റെ ആയത്തിന് വീണ്ടും അതിന്റെ ആയത്തേക്ക് പോകും. അതിന്റെ ആയത്തിന് വീണ്ടും ആയത്തിലേക്ക് പോകും. അതിന്റെ ആയത്തിന് വീണ്ടും അതിന്റെ ആയത്തേക്ക് പോകും. ഞാൻ സംഭവം അവസരം പറഞ്ഞുതരാം. നിങ്ങൾ ഞാൻ അറിയില്ല, തമ്മിൽ അറിയില്ല. നിങ്ങൾ ഞാൻ തമ്മിൽ അറിയൂല സങ്കല്പിക്ക്. അങ്ങനെ നമ്മൾ 2 യാദൃച്ഛികമായി കോഴിക്കോട്ട് നിന്ന് മംഗലാപുരത്ത് പോകുന്ന ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റിലായി. ഞാനൊരു ഭാഗത്തിരിക്കണം, നിങ്ങളൊരു ഭാഗത്തിരിക്കണം.
അങ്ങനെ നമ്മളങ്ങനെ പോയി. നമ്മൾ അങ്ങോട്ടോട്ട് മുണ്ടിയത് പോലുമില്ല. നിങ്ങളെ പത്രം വായിച്ച് ഞാൻ എൻ്റെ പണിയെടുത്തു. അങ്ങനെ പോയി. കൊയിലാണ്ടി കഴിഞ്ഞ്, കണ്ണൂർ കഴിഞ്ഞ്, പയ്യന്നൂർ കഴിഞ്ഞു, ചെറുവത്തൂർ കഴിഞ്ഞു, നീലേശ്വരം കഴിഞ്ഞു. കാസർഗോഡ് എത്തിയപ്പോൾ ഞങ്ങളോട് ഇത് എവിടെ സ്റ്റേഷൻ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു കാസർഗോഡായി. പിന്നെ എന്തെങ്കിലും ചോദിക്കണ്ടേ, നിങ്ങളെവിടെയാന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളെവിടെയാന്ന് ചോദിച്ചു. അപ്പോ എനിക്ക് മനസ്സിലായി ഇത് പരിചയപ്പെടേണ്ട ആളാണല്ലോ. അപ്പോഴത്തിന് വണ്ടി കുമ്പള സ്റ്റേഷനിലെത്തി. പിന്നെ ആ അടുത്തേക്ക് നീങ്ങിയിരുന്നു, കുമ്പിട്ടിരുന്നു. നിങ്ങൾ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെത്താകട്ടെ ഒറായിബായ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനിങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെയും അടുത്തേക്ക് ഇരുന്ന് നിങ്ങൾ ഒന്നും കൂടി ഇരിക്കുന്ന ഇരുന്ന് പിന്നാടിരുന്ന് കേട്ട് നോക്കുമ്പോഴത്തിന് വണ്ടി മംഗലാപുരത്ത് ഇറങ്ങാനായി. അപ്പോൾ എനിക്ക് തോന്നിപ്പോയി, എന്ത് പടച്ചോനെ, ഈ വണ്ടി ബോംബേക്കായിരുന്നെങ്കിൽ, നിങ്ങൾ ബോംബേക്കായിരുന്നെങ്കിൽ ഞാനിവിടെ കള്ളവണ്ടിയെങ്കിലും കയറുമായിരുന്നു. അതാണ് ഈ മാനാട് ഉള്ളിൽ കയറണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ പോകും, പിന്നെ നമുക്ക് വിടാൻ കഴിയൂല. അങ്ങനത്തെ കേറിപ്പോവും. അതാ റൂഹിന്റെ തഖ്ദീസ്. റൂഹിന് പരിധിയില്ലല്ലോ കുട്ടികളെ. അൺലിമിറ്റഡ് ഏരിയയാണ് റൂഹ്. അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ഏരിയ ആണ്. എന്ത് അൺലിമിറ്റഡ് ഏരിയ ആണ് റൂഹ്. അവിടേക്ക് അങ്ങോട്ട് കേറാണിത്. അതുകൊണ്ടാണ് വിശ്വസിച്ചോളെ എന്താ പറഞ്ഞേ, കേൾക്കണില്ലല്ലോ. വിശ്വസിച്ചോരെ പിന്നെ വിശ്വസിക്കാത്തവരാക്കി. വിശ്വസിച്ചോളി എന്നറിയണമെങ്കിൽ വിശ്വസിക്കാതിരിക്കണ്ടേ? നിങ്ങൾ തിരിഞ്ഞിട്ടില്ല. ഇത് എത്ര വരെ ആയത്തുണ്ട് ഈ ആയത്തൊരാള് ഈമാന് പിന്നെ കയറ്റാനുള്ള തെളിവല്ലേ? പടച്ചോനെ, ഒന്ന് എന്റെ കൂടെ വരി മനുഷ്യന്മാരെ. എന്താ നിങ്ങൾ ഇരുന്ന് ഉറങ്ങണത്? എന്താ നിങ്ങളെ തലേക്ക് ഇത് കയറാത്തത്? നിങ്ങൾക്ക് ഇവിടെ ഒന്നും കൂടി ഞാൻ കയറ്റിത്തരാം. അതായത് ഈ ആയത്ത് ഇവിടെ മൻസൂഖാണോ? അല്ല. അപ്പൊ ഒരാള് ഒന്നാം ദിവസം ഈമാൻ തുടങ്ങി, ഈമാൻ പണി തുടങ്ങി, വിശ്വസിച്ചവന് രണ്ടാം ദിവസം ഈ ആയത്ത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്നാം ദിവസത്തെ ഈമാൻ മതിയാവൂല. ആമനു 100 കൊല്ലം ഈമാൻമ പണിയെടുത്തു, ഇസ്രായേൽ വരാനായി. അപ്പോഴും ഈ ആയത്ത് എങ്ങനെയാ? ആമനു സ്റ്റേഷനിൽ ഇറങ്ങാനായി. അപ്പൊ ഇയാൾ വിചാരിക്കാണ്, പടച്ചോനെ കുറച്ചും കൂടെ എനിക്ക് ആയുസ് കിട്ടിയിരുന്നെങ്കിൽ ഈമാന്റെ ഇനിയുള്ള ഏരിയയിലേക്ക് എനിക്ക് പോകായിരുന്നല്ലോ. പക്ഷെ അവിടെ വണ്ടി ഇറങ്ങാനായി. ഭയങ്കരാണത്, അത് ഭയങ്കരാണ്. ഇറങ്ങാൻ കഴിയൂല. ഇറങ്ങൂല. അവസാനല്ലേ? ആ ആൾക്കും അവസാനല്ലല്ലോ. ആ ആളെ പിന്നെ കൊണ്ടുപോയിട്ട് അള്ളാഹു ഈ ഷഹാദത്താണ് കാണിച്ചു കൊടുക്കും. ശരീരപടം എങ്ങനെ നടക്കും? റൂഹ് അള്ളാഹിനെ എടുത്തിട്ടാണ് പോകും, എല്ലിയിലാണ് പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുശാഹദത്താണ് ഉണ്ടാവും. ഇന്നലെ പറഞ്ഞ അവസാനം എന്നെ എന്താ പഠിച്ചോനെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് കൽബിലെ ദുനിയാവിനെ പ്രേമിച്ചാണ്. അത് കാര്യമല്ല കുട്ടികളെ. എൻ്റെ തങ്ങൾ അങ്ങനെ പറഞ്ഞു, ചെറിയ വയസ്സേ ഉള്ളൂ. എന്ത് എടാ കുട്ടിയെ, നിങ്ങൾക്കൊക്കെ വല്ല അന്തമുണ്ടോ? എടാ, ദുനിയാവിനെ വലിച്ചെറിയാതെ അള്ളാഹ് മനസ്സിലാക്കാൻ കഴിയില്ല. ദുനിയാവിന്റെ പിന്നാലെ നടക്കുന്നവർക്ക് അള്ളാഹിനെ മനസ്സിലാവൂല, ഷഹാദത്തും മനസ്സിലാവൂല, ഈമാനും മനസ്സിലാവൂല, ഇസ്ലാം മനസ്സിലാവൂല. നിസ്കാരത്തായ്മ ഉണ്ടാക്കി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കും. ആ കച്ചവടം അപ്പം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ അവസാനിപ്പിക്കാണ്. എന്താ അവിടെ ഖദീജ? എന്താ ഖദീജ എന്നത്? ശജറത്തു ത്വയ്യിബത്തായ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന ശജറത്തിൽ നിന്ന് പൊട്ടിയ അതിന്റെ ബാക്കിയാണ് ഖദീജത്തുൽ കുബ്ര. ആ ശജറത്തിൽ നിന്നാണ് ലോകത്തെ എല്ലാ ശജറും ഉണ്ടായിട്ടുള്ളത്. ആ ശജറത്തിന്റെ മരത്ത് ആ പേരുമല നമ്മളൊക്കെ മുളച്ച്. കാരണം അസ്ലി ശജറത്താണ് ആര്? ഖദീജ. ഖദീജത്തിന്റെ അസ്ലി മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മരത്തുമ്പൽ, റസൂലുള്ളാഹിയാകുന്ന മരത്തുമ്പൽ ആദ്യം പൊട്ടിയ
അടുത്ത കണ്ണിയാണ് ആര്? ഖദീജത്തുൽ കുബ്ര. ആ കണ്ണിന്നാണ് നമ്മൾ പൊട്ടിയിട്ടുള്ളത്. അതിനെ തള്ളിയ പിന്നോട് ഒന്നും ഇവിടെ ഉണ്ടാവൂല. അതാണ് ഖദീജ. അന്ന് ഈ രണ്ടാളെയും സഹായിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് ആര്? സയ്യിദുന അലി. ഈ ഖദീജാന്റെ പേരമക്കള്, ഈ അലിയാരെ മക്കൾ പേരമക്കളാണ് ഇവിടെ ദീൻ നിലനിർത്തുക. അതാണ് നമ്മളെ വിഷയവും. അല്ലാഹു തആല അവരിലേക്ക് ചേരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. വളരെ ചിന്തിക്കണം. അപ്പോൾ റൂഹിനെ ശുദ്ധീകരിച്ചാലോ ശരീരം ശുദ്ധീകരിക്കാം. റൂഹ് ശുദ്ധിയാക്കാതെ ശരീരം ശുദ്ധിയാക്കും ചില ആളുകൾ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. അകം ശുദ്ധിയാകാതെ പുറം ശുദ്ധിയായിട്ട് കാര്യമില്ല. ഇത് ഇവിടെ അടിസ്ഥാന പ്രമാണാണ്. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ. അകം ശുദ്ധിയാക്കൽ ഈമാൻ കൊണ്ടാണ്. അത് റൂഹിന് ശുദ്ധിയാവും. നിസ്കരിക്കൽ ആർക്കും കഴിയും, നിസ്കരിക്കാൻ ആർക്കും കഴിയും. പണ്ട് CH ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കോഴിക്കോട് പോലീസ് ഒരു സമരം ചെയ്ത ഒരു ആട്ടിത്തച്ച്. അതിൽ കുറച്ചാളുകൾ പട്ടാളപ്പള്ളിയിലേക്ക് കയറിയിട്ട് എൻ്റെ ഇത് കയ്യേറ്റി. പോലീസിനോട് കോയ സാഹിബ് പറഞ്ഞു, എന്ത് തെക്കുബീർ കെട്ടിയാലും പോയി തച്ചലോണ്ടിരുന്നു. മനസ്സിലായില്ല. പട്ടാളപ്പള്ളി കയറി അടിച്ച്. ഓർമ്മയില്ല ആ സംഭവം. പള്ളിയിൽ നിന്ന് തല്ലിവിട്ടിയവർ വരെ എന്ത് പറഞ്ഞ്, ഞാൻ കോയാന്റെ ആളാണ്. അപ്പൊ ഒന്നും കൂടി കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായില്ല. ഞാൻ കോയാന്റെ ആളാന്ന് ആർക്കും പറയാം, പക്ഷെ കോയന്റെ ആളാകൽ ബുദ്ധിമുട്ടാണ്. തല്ലിട്ടുമ്പോഴാ കോയന്റെ ആളാവില്ല. യഥാർത്ഥ കോയന്റെ ആളാ സമരത്തിന് തന്നെ പോവില്ല. മനസ്സിലായില്ല. പിന്നെ തല്ലിട്ടിയപ്പോഴാണ് എന്തെന്ന് പറയാൻ തോന്നിയത്. ഞാൻ കോയന്റെ ആളാണ്. ഇതാണ് നമ്മളെ വിഷയം. നമുക്ക് അസ്രായേലിന്റെ അന്ന് തല്ലിട്ടുമ്പോ നമ്മൾ കോയന്റെ ആളാണ്. ഞാനും കോയന്റെ ആളാണ്. അസ്രായേലിന്റെ തല്ലാണ് കിട്ടുമെന്ന് കണ്ടാൽ ഞാനും കോയന്റെ ആളാണ്. തല്ല് കിട്ടാത്തന്നെ കോയന്റെ ആളാണ്. പട്ടാളപ്പള്ളി കയറി തല്ലുമ്പോൾ കോയന്റെ ആളാകാൻ ആർക്കും കഴിയും. തല്ല് കിട്ടാതെ കോയന്റെ ആളാകണം. അത് ഈമാനുള്ളവന്. അതിന് മഹബത്ത് വേണം. അതിന് കോയാനോട് മഹബത്ത് വേണം. മഹബത്തിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ചിന്തിക്ക്. ഇതിന്റെ അസല് മഹദിയായ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. നാളെ ഉളൂയിലേക്കും അതുപോലത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കും വരും. ഖദീജ ബിയുടെ ജീവചരിത്രം വീണ്ടും ഇവിടെ ബാക്കി കിടക്കുകയാണ്. ഇതൊരു 25 പ്രഭാഷണം കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവസാനിക്കൂല. അത്രയും നീണ്ടു കിടക്കുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അത് പഠിക്കേണ്ടതുണ്ട്. ഖദീജ ബീവി അവർ 25 പ്രഭാഷണത്തിൽ ഒതുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പൊ എത്രയായി? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്ന് 12 നാളെ 13 ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് ഞാൻ വിചാരിച്ചിരുന്നു 25 തീരും. 25 തീരില്ല. ഭയങ്കര സംഭവമാണ്. ഖദീജ മാത്രം ഒരു 50 പ്രഭാഷണം ഉണ്ടാവും. അല്ലാഹു തആല അത് പഠിച്ച് ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ഒരാൾക്ക് ഇതിൽ സംശയം ഉണ്ടാകരുത്. ഖദീജ ബീവിയെ പഠിക്കാൻ ഈ 50 പ്രഭാഷണം അത് പുറത്തു വന്നാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്രയും വലിയ സംഭവങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര. ചില ഇറച്ചിക്കൊരു സുഖമുണ്ട്, ചില ഇറച്ചിക്ക് വേറെ. പതിര് ചില ഇറച്ചിയാണ്. അത് ഇത്ര പോകുന്ന പതിര് തൊള്ളയിലിട്ടാൽ നാവുമ്മ 2 ആട്ടലാട്ടുമ്പോഴത്തിന് പല്ലിന്റെ ഉള്ളിൽ പോകാനേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ചില ഉരുവിന്റെ തൊള്ളയിലിട്ടാ തൊള്ളാണെന്ന് പറയും. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഇതന്നെ ഖദീജ. തന്നെ ഖദീജ. ഞാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ഒരു ദിവസം പറയണമെന്ന് വിചാരിച്ച വിഷയം ഇറച്ചിയുണ്ടാവും, ഭീഷണുണ്ടാവും പുറത്തേക്ക്. അത് കറാമത്താണ്. ആരുടെ? ഖദീജയുടെ കറാമത്താണ് റളിയല്ലാഹു അൻഹാ. അല്ലാഹു തആല അവരുടെ പൊരുത്തം നമുക്ക് തരട്ടെ. അത്ര ഉദ്ദേശമുള്ള അതുവഴി മുത്ത് നബിയുടെ ഖദീജ ബീവിയുടെ ലാ യറുദ്ദുഹു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്താ? ഖദീജ ബീവിയുടെ വാതിലിലൂടെ ഒരാൾ വന്നാൽ അയാൾ റസൂലുള്ളാഹി ആട്ടി വിടാറില്ല. റസൂലുള്ളാഹി തള്ളൂല. ഖദീജയുടെ വാതിലിലൂടെ വന്ന ഒരാളെ റസൂലുള്ളാഹി തള്ളുമായിരുന്നില്ല. പിൽക്കാലഘട്ടത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പരിപാടി ഉണ്ടാവും. പരിപാടി ഉണ്ടായിരുന്നു എന്തെന്നറിയോ? റസൂലുള്ളാഹി എന്തെങ്കിലും കാര്യം നടണമെങ്കിൽ വന്നിരുന്നിട്ട് ആരെ പറ്റി പറയും? ഖദീജയെ പറ്റി അങ്ങനെ പറയും. ഇവർക്ക് വേറെ ഉദ്ദേശമുണ്ട്. ഇവർക്ക് ആദ്യം ഒന്നും അറിയില്ല. പിന്നെ ദേഷ്യം വന്നു. റസൂലുള്ളാഹിക്ക് ഖദീജയെ പറ്റി എതിര് പറയുമ്പോൾ ദേഷ്യം വരും. പിന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി. എന്ത്? റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അന്ന് ഖദീജ മരിച്ചത് കുറെ കാലമായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും നബിയിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ വന്ന് അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറയും. ആരെ പറ്റി?
ഖദീജ ഖദീജ ഖദീജനെ മാത്രം അങ്ങനെ പറയും. അപ്പൊ നബി ഇങ്ങനെ റാഹത്തിലിരിക്കും, അതിലിങ്ങനെയാണ് കാര്യം പറയും. അപ്പൊ റസൂലുള്ളാഹിക്ക് സന്തോഷ. എന്ത് കാര്യത്തിന് നബി അങ്ങനെ ഒതുങ്ങി കൊടുക്കും. ആരെ പറ്റി പറഞ്ഞ അതന്നെ നമ്മളെ ഉദ്ദേശം. നമ്മൾ സ്വർഗത്തിന്റെ മൂലക്കൊന്നും പറ്റിയ ആളുകളല്ല. പക്ഷെ ഖദീജ ബീബി പറഞ്ഞിട്ടെങ്കിലും റസൂലുള്ളാഹി നമ്മളെ ശഫാഅത്ത് ചെയ്യണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين وبخديجة الكبرى رضي الله عنها أن تكفر عنا الذنوب أن تكفر عنا أن تكفر عنا الذنوب وأن تقدس أرواحنا. اللهم أن تقدس أرواحنا وأن تصحح أجسادنا وأن تخلص نياتنا. اللهم بحق حبيبك المصطفى محمد وبحق أم المؤمنين خديجة الكبرى رضي الله عنها أن تخلص نياتنا وأن تخشع قلوبنا وأن تصحح أجسادنا وأن تؤلف بين قلوبنا. اللهم أن تؤلف بين قلوبنا وأن تنجينا من عذاب الدنيا ومن عذاب الآخرة. اللهم كن معنا حيث كنا يا ببركة خديجة. اللهم بيض وجوهنا اللهم بيض وجوهنا اللهم بيض وجوهنا ببركة خديجة. اللهم بيض وجوهنا واعت كتبنا بأيماننا واجعلنا من أصحاب اليمين ببركة خديجة أم المؤمنين خديجة رضي الله عنها. وجاوزنا على الصراط كالبرق الخاطف ببركة خديجة. واسقنا من كأس حبيبك المصطفى الكوثري ببركة خديجة. وأتدسنا في مقعد صدق بجوار المصطفى ببركة خديجة. ولا تخيب رجاءنا ولا تخيب رجاءنا ولا تخيب رجاءنا ولا تخيب برجاءنا ولا تردن أيدينا صفرا صفرا ولا تردن أيدينا صفرا صفرا ولا تردن أيدينا صفرا صفرا. اللهم أجلسنا على تحت ظل عرشك ببركة خديجة يوم لا ظلك إلا يوم لا ظل إلا ظلك يوم لا ينفع مال إلا من أتى الله بقلب سليم وأدخل الإيمان في قلوبنا. جعلنا من الذين قلت عنهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه. اللهم اجعلنا من حزبك ومن حزب حبيبك المصطفى ومن محبي المصطفى ومن محبي عشاق المصطفى. اللهم أدخل العشق والمحبة في قلوبنا عشقا لك وحبا لك وحبا محمد. اللهم لا تردنا خائبين اللهم لا تردنا خائبين. ربنا وأصلحنا وأصلح أولادنا. اللهم أصلح أولادنا. الله എന്താണ് ദുനിയാവ് ഞങ്ങൾക്ക് നീ അറിയിച്ചത്? അതിന്റെ ഖിയാനത്തും മക്റും ഞങ്ങളെ കുട്ടികൾക്ക് അറിയൂല. അവർക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാലേ ദുനിയാവിന്റെ ചതി അറിയൂ. അവർ പാവപ്പെട്ട മക്കൾ ദുനിയാവിന്റെ ചതിയിൽപ്പെടാതെ അവർക്ക് ആക്കാൻ പറ്റും. ഞങ്ങളുടെ കാലത്തിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ദുനിയാവിന്റെ ചതി കുറച്ചൊക്കെ നീ ഞങ്ങളെ പഠിപ്പിച്ചു റബ്ബേ. ഇനി ബോധമുണ്ടായാൽ തന്നെ ദുനിയാവിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഞങ്ങളെ കുട്ടികൾക്ക് ബോധവും ഇല്ല, വിവരവും ഇല്ല. ദുനിയാവൊക്കെ ഖദറത്തുൻ ഹുലുവത്തുൻ മധുരമുള്ള പച്ചപ്പെന്നാണ് അവൾ വിചാരിച്ച് നടക്കുന്നത്. എല്ലാം മനോഹരമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ
തിളങ്ങുന്നതെല്ലാം സ്വർണ്ണമാണെന്നാണ് ഞങ്ങളുടെ മക്കൾ വിചാരിച്ച് നടക്കുന്നത്. അവയെ ഒരു മുക്കിനെയും സ്വർണത്തിനെയും തിരിച്ചറിയാനുള്ള വിവരമില്ല. നീ അവരെ കാക്കണമേ തമ്പുരാന്. കള്ളനാണയങ്ങളെ കൂട്ടത്തിൽപ്പെടാതെ ഞങ്ങളെ കുട്ടികളെ കാക്കണമേ റബ്ബേ. അവർക്ക് കൽബിൽ ഈമാൻ ഇട്ട് കൊടുക്കണമേ റബ്ബേ. അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളെയും നീ കാക്കണമേ റബ്ബേ. ഈ ക്ലാസ്സിൽ വന്ന ആളുകൾക്ക് മുഴുവൻ സ്വർഗം നൽകണമേ റബ്ബേ. അവരൊക്കെ സിറാത്ത് കടത്തി തരണമേ. ഈമാനിൽ മരിപ്പിക്കണമേ റബ്ബേ. മുമ്പ് ഈ ക്ലാസ്സിൽ വന്ന് മരിച്ചവർക്കും നീ മഗ്ഫിറത്ത് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا